വേദി പങ്കിട്ട തൻ്റെ ആദ്യത്തെ സെലിബ്രിറ്റിയാണ് പി ജയചന്ദ്രൻ എന്ന് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായിക കെ ചിത്ര ഓർമ്മിക്കുന്നു. തന്നെ കണ്ടിരുന്ന നല്ലൊരു പെങ്ങളായിട്ടാണ്. പാട്ടിനെ പറ്റി ഒരുപാട് സംസാരിച്ച് ഒപ്പം കൂടിയിട്ടുണ്ട്. അവസാന നാളുകളിൽ കാണാനൊന്നും കഴിഞ്ഞില്ല. അതിയായ ദുഃഖമുണ്ടെന്ന് കെ ചിത്ര നമ്മോട് അനുസ്മരിക്കുന്നു. 3 തവണ ജയേട്ടനെ കാണാൻ വേണ്ടി വയ്യാന്നറിഞ്ഞിട്ട് 3 തവണ കാണാൻ വേണ്ടി ട്രൈ ചെയ്തു. പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. അതൊരു എനിക്ക് അനുവാദം കിട്ടിയില്ല. ആ സമയത്തൊന്നും വിസിറ്റേഴ്സ് വരണ്ട എന്നുള്ളൊരവസ്ഥയൊക്കെ ആയിരുന്നുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല. അത് വലിയ സങ്കടമുണ്ട്. ജയേട്ടനായിട്ടുള്ളൊരു അടുപ്പം പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഞാനൊരു സെലിബ്രിറ്റിയുടെ കൂടെ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യുന്നത് ജയേട്ടൻ്റെ കൂടെയാണ്. ഭാവഗായകൻ എന്ന് പറയണത് സമ്പൂർണ്ണം തന്നെയാണ്. കാരണം അത്രയും ഭാവമായിട്ടാണ് ജയേട്ടനെ പാടുന്നതിൻ്റെ ഒരു വിധം തന്നെ ഈസി ആയിട്ടാണ് പാടുന്നത്. എല്ലാ പാട്ടുകളും ഒരു ബുദ്ധിമുട്ടി സ്ട്രെയിൻ ചെയ്ത് പാടുന്നതായിട്ട് ഒരു പാട്ട് പോലും തോന്നിയിട്ടില്ല. അത്രയും നന്നായിട്ട് പാടുന്ന ഒരാളിനെ നമുക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ചലച്ചിത്ര ഗാനശാഖയ്ക്ക് ഒരു വലിയ നഷ്ടം തന്നെയാണ്. ഓക്കെ, ചിത്ര, സുജാത ഇവരൊക്കെ തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പാട്ടുകാരനാണ് പി ജയചന്ദ്രൻ. പാട്ടുകാർ മാത്രമല്ല, സാധാരണക്കാർക്ക് പോലും ഈ അനുരാഗ ഗാനം പോലെ, അല്ലെങ്കിൽ കരിമുകിൽ കാട്ടിലെ ഏകാന്ത പതികൻ ഞാൻ, ഇങ്ങനെ എത്രയെത്ര പാട്ടുകൾ അവരുടെ സംഗീത ആൽബത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവരുടെ ആത്മാവിൻ്റെ ഉള്ളറകളിൽ എപ്പോഴും ഇങ്ങനെ ജയചന്ദ്രനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഉയർന്നു വരുന്ന കുറേ അധികം ചലച്ചിത്ര ഗാനങ്ങളും ഭക്തി ഗാനങ്ങളും നമുക്കുണ്ട്. മാത്രമല്ല ഇളയരാജയുടെയും എ ആർ റഹ്മാൻ്റെയും ഒക്കെ ഇഷ്ടപ്പെട്ട ഗായകനായിരുന്നു അദ്ദേഹം. കന്നഡയിലും തെലുങ്കിലും ഹിന്ദിയിലുമൊക്കെ തന്നെ മലയാളിയാണെന്ന് തോന്നിക്കാത്ത രീതിയിൽ പാടാൻ കഴിഞ്ഞ പാട്ടുകാരൻ കൂടിയായിരുന്നു ജയചന്ദ്രൻ. ഇന്നലെ ഉണ്ണിമേനോൻ പറയുകയായിരുന്നു, തമിഴിൽ കുറേ അധികം റഹ്മാൻ്റെ പാട്ടുകൾ പാടിയ ആളാണ് ഉണ്ണിമേനോൻ, നിങ്ങൾക്കറിയാം. ഈ ഉണ്ണിമേനോൻ പറയുകയായിരുന്നു, തമിഴ്നാട്ടുകാർക്ക് ഇപ്പോഴും അറിയില്ല ജയചന്ദ്രൻ മലയാളിയാണെന്ന്. കാരണം അവരുടെ ഇടയിലുള്ള ഒരു പാട്ടുകാരനെ പോലെ തമിഴ് ഭാഷ വളരെ കരുതലോടെ ഉപയോഗിച്ച് ഒരു തമിഴ്നാട്ടുകാരൻ പാടുന്ന പോലെ പാടി കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സൂപ്പർ ഹിറ്റ് പാട്ട് രാസാത്തി വന്ന് ഇതുപോലുള്ള എത്രയോ പാട്ടുകൾ തമിഴിലുണ്ട്.